ആദ്യം ഞാൻ റോജിയിലേക്ക് പോകുന്നു. റോജി, ഇപ്പോൾ കോൺഗ്രസിന് വിസ്മയമാകുന്നുണ്ടോ ജി സുധാകരൻ? അങ്ങനെയാണെന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷേ സുധാകരനെ പിന്തുണയ്ക്കണോ, എങ്ങനെയാണ് ആ പിന്തുണ എന്ന കാര്യത്തിലൊന്നും പാർട്ടി തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് ഇന്ന് പ്രതികരിച്ച നേതാക്കളൊക്കെ തന്നെയും പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇക്കാര്യത്തിലൊരു അവ്യക്തത? അല്ല, ഞങ്ങൾ പറഞ്ഞത് സി പി എമ്മിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയത്തെക്കുറിച്ചാണ്. സി പി എമ്മിൽ ഇന്ന് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു തീവ്ര വലതുപക്ഷ ഒരു കോർപ്പറേറ്റ് കമ്പനി പ്രവർത്തിക്കുന്നത് പോലെ ഈ പാർട്ടി മുന്നോട്ട് പോകുന്നതിൽ വലിയ അതൃപ്തി സി പി എം അണികളുടെ ഇടയിലും നേതാക്കന്മാരുടെ ഇടയിലുമുണ്ട്. നമ്മളെല്ലാവരും പറയുന്ന കണ്ണൂർ ലോബി എന്ന് പറയപ്പെടുന്ന ഏതാനും ചില ആളുകളിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചുരുക്കപ്പെട്ടു, അവരുടെ കൈപ്പിടിയിലായി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുള്ള കാര്യമാണ്. അപ്പോൾ അതിനെതിരായിട്ടുള്ള വലിയ തോതിലുള്ള അമർഷം കഴിഞ്ഞ കുറേ കാലങ്ങളായി പാർട്ടിക്കകത്ത് പുകയുന്നുണ്ട്. ആ പുകച്ചിൽ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ആളുകൾ പരസ്യമായിട്ട് അത് പറയുന്ന സാഹചര്യത്തിലേക്കും പാർട്ടിയിൽ നിന്നും പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിലേക്കുമൊക്കെ എത്തിയിരിക്കുകയാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് ബഹുമാനായ ജി സുധാകരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും പുറത്തു വന്നു എന്നോ അല്ലെങ്കിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുറത്തായി എന്നതിനേക്കാൾ അപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിലവിലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തിൽ നിന്ന് അകന്നുപോയി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം അദ്ദേഹമൊക്കെ തുടങ്ങിയ കാലത്തുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ഉത്തമ ബോധ്യം അദ്ദേഹത്തിനും അദ്ദേഹത്തെ പോലെ നിരവധിയായിട്ടുള്ള സി പി എം പ്രവർത്തകർക്കുമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിലെമ്പാടും സി പി എമ്മിൻ്റെ ആത്മാർത്ഥതയുള്ള കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ പോലും പറയുന്നത് ഈ സർക്കാർ ഇനി വീണ്ടും തുടരാൻ പാടില്ല. കാരണം ഈ സർക്കാരിൻ്റെ ഒരു തുടർച്ചയുണ്ടായാൽ അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനമായിരിക്കും, അല്ലെങ്കിൽ ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചതുപോലുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുമെന്നൊക്കെ ആത്മാർത്ഥതയുള്ള കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിക്കുന്ന പ്രവർത്തകർ പറയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ജി സുധാകരനെ പോലെ വളരെ മുതിർന്ന ഒരു നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് അദ്ദേഹം പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് കാണേണ്ടതായിട്ടുള്ളൂ. റോജി, അപ്പോൾ ഒരു അപ്പോൾ ഉത്തമ ഇവിടെ നമ്മൾ കമ്മ്യൂണിസ്റ്റിനെ കാണുന്നത് പിന്തുണയ്ക്കാൻ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തീരുമാനിച്ചു ഉണ്ടായിരിക്കുന്ന എന്നാണോ റോജി അതിൽ കാണേണ്ടത്? അപ്പോൾ റോജി ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയത് പിണറായി വിജയനെതിരെയാണ്. പക്ഷേ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തുടരണോ എന്ന ചോദ്യം മാധ്യമങ്ങളുടെ ഭാഗത്തുണ്ടാകുമ്പോൾ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകുന്നതിൽ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഈ അവസാന മണിക്കൂറിലും അദ്ദേഹം പിണറായി വിജയനെ നന്നായി ആദരിക്കുന്നു, സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചില നേതാക്കളുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് അദ്ദേഹം പറഞ്ഞു. ഈ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളോ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടി ആകെ മോശമാണ് എന്ന രൂപത്തിലുള്ള പ്രതികരണമോ ജി സുധാകരൻ നടത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ചില നേതാക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസം അത് കോൺഗ്രസ് ഇപ്പോൾ ജി സുധാകരനെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ പറയുന്നതല്ല ജി സുധാകരൻ പറയുന്നത് എന്നൊരു കാര്യം കൂടിയുണ്ട്. അല്ല, ഞങ്ങൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുമോ വേണ്ടയോ എന്ന കാര്യമൊക്കെ പാർട്ടി കൂടിയാലോചിച്ച് അതിനകത്ത് ഉചിതമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളും. ഇവിടെ കാണേണ്ടുന്ന കാര്യം, അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ചേർന്ന് പോകാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ആകെത്തുകയായി നമ്മൾ വായിച്ചെടുക്കേണ്ടത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ഒരു കുറച്ച് നാളുകൾ എടുത്ത് പരിശോധിച്ചാൽ, ഏതാനും മാസങ്ങളായിട്ട് പരിശോധിച്ചാൽ എത്ര എം എൽ എമാരാണ്, എത്ര മുൻ എം എൽ എമാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് പുറത്തു വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നൊക്കെ നിരവധി ആളുകൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയോ അല്ലെങ്കിൽ രാജിവെച്ച് മറ്റ് പാർട്ടികളിൽ പോവുകയോ ഒക്കെ ചെയ്യുന്നത് വർഷങ്ങളായിട്ട് നമ്മൾ പല ഘട്ടങ്ങളിലുമൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം കോൺഗ്രസ് ഒരു കേഡർ സംവിധാനമല്ല, കേഡർ പാർട്ടിയൊന്നുമല്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും അങ്ങനെയായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ കൃത്യമായി കേഡർ സ്വഭാവമുള്ള, വളരെ അച്ചടക്കത്തോടു കൂടി പ്രവർത്തിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു പാർട്ടിയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ തോതിലുള്ള പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും അമർഷമാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വരും ദിവസങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് കാത്തു നിൽക്കാം. അദ്ദേഹത്തിന് എന്താണ് പാർട്ടിയെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മോശമായിട്ട് പറയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, തുടർന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം കൂടുതൽ വ്യക്തമാക്കട്ടെ. അപ്പോൾ കോൺഗ്രസ് പാർട്ടി അത് സംബന്ധിച്ച് പാർട്ടി തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ അമ്പലപ്പുഴയിൽ എന്ത് നിലപാടെടുക്കണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി ആലോചിച്ച് ഉചിതമായിട്ടുള്ള നിലപാട് പാർട്ടി കൈക്കൊള്ളും. പക്ഷേ ഇവിടെയെല്ലാം നമ്മൾ കാണേണ്ടുന്ന കാര്യം, ഇപ്പോൾ പി കെ ശശി മുൻ എം എൽ എ ആയിരുന്നയാളാണ്. അതുപോലെ തന്നെ ഐഷഫ് പറ്റി മുൻ എം എൽ എ ആയിരുന്നയാളാണ്. അതുപോലെ നിരവധി ആളുകൾ ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന ജി സുധാകരൻ വരുന്നു. അതുപോലെ ഇപ്പോൾ നാട്ടികയിൽ സി സി മുകുന്ദൻ എം എൽ എ ആയിരിക്കുന്നയാൾ പുറത്തു വരുന്നു. അപ്പോൾ ഈ പുറത്തു പോകുന്ന ആളുകളൊക്കെ
വർഗവഞ്ചകർ എന്ന പേര് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ CPM-ന്റെ പ്രവർത്തകരും അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിലുമൊക്കെ അവരെ അധിക്ഷേപിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു, ശ്രീ S. രാജേന്ദ്രൻ BJP-യിൽ പോയപ്പോൾ അദ്ദേഹത്തെ വർഗവഞ്ചകനെന്നോ അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നൊന്നും എവിടെയും കണ്ടില്ല. പക്ഷേ CPM-ൽ നിന്ന് വിട്ട് കോൺഗ്രസിലേക്ക് വന്ന ആളുകളെയൊക്കെയാണ് അവർ വർഗവഞ്ചകർ എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുന്നതും ഇപ്പോൾ പോസ്റ്റർ ഒട്ടിക്കുന്നതും. ഇനി വേണമെങ്കിൽ നമുക്ക് ചിന്താ ജെറോമിൻ്റെ ഒരു പ്രത്യേക മുദ്രാവാക്യം എല്ലാ ബ്രാഞ്ചുകളിലേക്കും അയച്ചു കൊടുക്കാം. കാരണം ഇത് വരും ദിവസങ്ങളിൽ നിരവധി ആളുകൾക്കെതിരെ ഇത്തരത്തിലുള്ള പോസ്റ്ററുകളും മുദ്രാവാക്യങ്ങളും ഒക്കെ CPM-ന് വേണ്ടി വന്നേക്കാം. കാരണം ആ നിലയിലാണ് കേരളത്തിലെ CPM ഇപ്പോൾ ഉള്ളത്. Debate with Smriti Parathikkad.